ഈ ആണുങ്ങളുടെ ലിംഗം കാണാൻ ഇങ്ങനെയാണ് അല്ല ആ പ്രശ്നമുണ്ട് ഈ പ്രശ്നമുണ്ട് അങ്ങനെ ഒരുപാട് ഡൗട്ട്സ് വരാറില്ലേ? വരാറുണ്ട്. ഇപ്പം വളരെ കോമൺ ആയിട്ട് വരുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പം നിറത്തിനെ സംബന്ധിച്ചാണെങ്കിലും വലിപ്പത്തിനെ സംബന്ധിച്ചാണെങ്കിലും ഷേപ്പിനെ സംബന്ധിച്ചാണെങ്കിലും അങ്ങനെ പലതരത്തിലുള്ള കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് കോമൺ ആയിട്ട് വരുന്നത്. അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് പ്രോബ്ലം ആണോ അല്ലയോ എന്നുള്ള മനസ്സിലാക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് സൊല്യൂഷൻ കണ്ട് മുന്നോട്ട് പോകേണ്ടുന്ന കാര്യങ്ങളുണ്ട് അതിൽ. അപ്പോൾ അത് ഏതൊക്കെയാണെന്നല്ല ഒരു 5 കാര്യങ്ങൾ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാന്നുള്ളതാണ്. അപ്പോൾ വീഡിയോയിലോട്ട് കൂടുതൽ പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ലിംഗത്തിന്റെ ആരോഗ്യം കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് മസാജ്. അത് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഇതിന് പ്രത്യേകിച്ച് ഓയിലൊക്കെ ഉണ്ടോ? ഓയിലുണ്ട്. നമുക്ക് ആയുർവേദിക് ആയിട്ടുള്ള ഓയിൽസുകളൊക്കെ മാർക്കറ്റിൽ ലഭ്യമാണ്. നമ്മൾ മുമ്പ് പരിചയപ്പെടുത്തിയ ഒരു ഓയിലുണ്ട്, അതാണ് മാൻഷുവറിന്റെ മസാജ് ഓയിൽ എന്നുള്ളത്. ഇത് 100% ആയുർവേദിക് ആയിട്ടുള്ള ഒരു ഓയിലാണ്. ഒരുപാട് ആയുർവേദിക് ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അശ്വഗന്ധ ആണെങ്കിലും ശിലാജിത്ത് ആണെങ്കിലും കേസർ ആണെന്നുണ്ടെങ്കിലും ജിഞ്ചർ ഓയിൽ ആണെങ്കിലും അങ്ങനെയുള്ള ഒരുപാട് ആയുർവേദിക് ഇൻഗ്രീഡിയൻസ് അടങ്ങിയിരിക്കുന്നത് 100% ആയുർവേദിക് ആണ്. GMP സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. ഡെയിലി ഒരു ട്വൈസ് മസാജ് ചെയ്യുന്നത്, ഇത് ഉപയോഗിച്ച് മസാജ് ചെയ്യുന്നതാണ് ഒരു ഗുഡ് റിസൾട്ടിന് കമ്പനി റെക്കമെൻഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇതൊരു 2 to 3 months യൂസ് ചെയ്യുന്നതായിരിക്കും ഒരു ബെറ്റർ റിസൾട്ടിന് എപ്പോഴും നല്ലതായിട്ടുള്ള ഒരു കാര്യം എന്നുള്ളത്. ഇനി ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നതിന് മുമ്പ് നമുക്ക് കൺഫ്യൂഷൻസോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ആയുർവേദിക് ഡോക്ടറെ കാണാവുന്നതാണ്. ഇനി മാൻഷൂർ തന്നെ ഡോക്ടർ കൺസൾട്ടേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ബുക്ക് ചെയ്യാനുള്ള ലിങ്കൊക്കെ നമുക്ക് എന്തായാലും ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് ടൈമിൽ നമ്മൾ കൊടുത്തേക്കാം. അതുപോലെ ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ ലിങ്കും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ തീർച്ചയായിട്ടും കൊടുത്തിട്ടുണ്ടാവുന്നതാണ്. ഇനി നമ്മൾ ടോപ്പിക്കിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ പ്രൈമറി ആയിട്ട് ആൾക്കാർക്കുള്ള ഒരുപാട് പേർക്കുള്ള ഡൗട്ട് തന്നെയാണ് ലിംഗത്തിന്റെ വളവ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ വലത്തോട്ടോ ഇടത്തോട്ടോ ഒക്കെയുള്ള വളവുകൾ വളരെ കോമൺ ആയിട്ട് കാണുന്നതാണ്. ഈ വളവ് യഥാർത്ഥത്തിൽ പ്രശ്നമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമല്ല. വളരെ കോമൺ ആയിട്ട് ആൾക്കാരിൽ കാണുന്ന ഒരു സംഭവം തന്നെയാണ്. അത് ആ ഡെവലപ്പിംഗ് സ്റ്റേജിലെ തന്നെ ചെറിയ വളവോട് കൂടിയിട്ട് വരുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പ്രശ്നമില്ല. പക്ഷെ ചില ആൾക്കാരുടെ കേസിൽ കാര്യമായിട്ടുള്ള വളവുണ്ടാവും. അവർക്ക് ലിംഗം ഉദ്ധരിച്ച് വരുമ്പോൾ തന്നെ വേദന ഉണ്ടാവും. ചിലപ്പോൾ അത് ബന്ധപ്പെടാൻ പറ്റുന്നുണ്ടാവില്ല ചിലർക്ക് ബന്ധപ്പെടുന്ന സമയത്ത് ഈ വളവ് കാരണം വേദന ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള കേസസ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കാണേണ്ടതാണ്. അത് ചിലപ്പോൾ പൈറോണിസ് ഡിസീസ് എന്നൊക്കെ പറഞ്ഞുള്ള അവസ്ഥയായിരിക്കും. അല്ലാതെ നാച്ചുറലായിട്ട് ചെറിയ ബെൻഡ് വലത്തോട്ടോ ഇടത്തോട്ടോ കാണുന്നത് ഓക്കെ ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ പ്രൈവറ്റ് ഏരിയക്ക് ബോഡിയേക്കാൾ കളർ കൂടുതലായിട്ട് വരുന്ന ഒരു അവസ്ഥയില്ലേ? അതെ, ഇപ്പൊ പ്രൈവറ്റ് ഏരിയയിൽ ആണിന്റെയും പെണ്ണിന്റെയും കേസിൽ നോക്കിയാൽ തന്നെ പ്രൈവറ്റ് ഏരിയ കൂടുതൽ ഡാർക്ക് ആയിട്ട് കാണുന്നുണ്ട്. അപ്പൊ അത് വളരെ നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. അത് എന്തുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹോർമോണൽ ആക്ഷന്റെ ഫലമായിട്ട്, സെക്സ് ഹോർമോണൽ ആക്ഷന്റെ ഫലമായിട്ട് പ്രൈവറ്റ് ഏരിയയിൽ കൂടുതൽ മെലാനിൻ പിഗ്മെന്റേഷന്റെ ഡെപ്പോസിറ്റ് ഉണ്ടാവും. അതുകൊണ്ട് അത് കൂടുതൽ ഡാർക്ക് ആയിട്ട് കാണുന്നു. അത് വളരെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. അതിന് പ്രത്യേകിച്ച് ഒരു ട്രീറ്റ്മെന്റും എടുക്കേണ്ടുന്ന ഒരു കാര്യമേ അല്ല എന്നുള്ളതാണ് അതിന്റെ ഒരു വസ്തുത എന്നുള്ളത്. പിന്നെ വരുന്നൊരു കൺഫ്യൂഷനാണ് ആൾക്കാർക്ക് ലിംഗത്തിന്റെ അഗ്രചർമ്മം. ഈ അഗ്രചർമ്മം ടൈറ്റ് ആണെന്നുള്ളത് അതിന് പറയുന്ന ഫൈമോസിസ് എന്ന് പറയും. അപ്പൊ അത് പലരുടെയും ഒരു ടെൻഷനാണ്, ഇതൊരു പ്രോബ്ലം ആണോ അങ്ങനെയാണോ എന്നുള്ളത്. അപ്പൊ ഇത് മാറ്റിയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റാത്ത പക്ഷേ, ഈ അഗ്രചർമ്മം ഇവിടെ നിൽക്കുമ്പോൾ അത് പിന്നോട്ടാക്കിയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റാത്ത പക്ഷേ ഇൻഫെക്ഷൻസ് അടിക്കടി വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു കേസിൽ ചിലപ്പോൾ ഡോക്ടർമാർ അത് റിമൂവ് ചെയ്യുക എന്നുള്ളതായിരിക്കും പറയുന്നുണ്ടാവുക. അതേപോലെ തന്നെ ചില ആൾക്കാരുടെ കേസിൽ ഉദ്ധരിച്ച് വരുമ്പോൾ മാത്രമായിരിക്കും ബുദ്ധിമുട്ട്. അപ്പൊ അങ്ങനെയുള്ളവരുടെ കേസിൽ ഇപ്പോൾ സെക്സ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ ഇങ്ങനെ സ്കിൻ ടൈറ്റായി നിൽക്കുന്നത് ഇപ്പം ഒരവസ്ഥയിലും പിന്നോട്ടാക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കാര്യമായിട്ടുള്ള ഫൈമോസിസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരാളുടെ കേസിൽ ഇനി ആവശ്യം എന്നുണ്ടെങ്കിൽ ഡോക്ടറെ കണ്ടിട്ട് അത് ഡീൽ ചെയ്യേണ്ടുന്ന കേസാണെന്നുള്ളതാണ്. ബുദ്ധിമുട്ടുകൾക്ക് അടിക്കടി ഇൻഫെക്ഷൻ വരുന്നുണ്ട്, സെക്സ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുണ്ട്, അങ്ങനെയുള്ള കേസസ് ഉണ്ടെങ്കിൽ അവരത് തീർച്ചയായിട്ടും സോർട്ട് ചെയ്യേണ്ടതാണ്. ഒരു ഡോക്ടറെ കണ്ടിട്ട് സോർട്ട് ചെയ്യേണ്ടതായിട്ടുള്ള വസ്തുതയാണെന്നുള്ളതാണ്. അതുപോലെ തന്നെ അഗ്രചർമ്മം മുകളിലേക്ക് വരാതെ ഹെഡിന് താഴെ ലോക്കാവുന്ന അവസ്ഥയുണ്ട്. അതിനാണ് പാരാഫൈമോസിസ് എന്ന് പറയുന്നത്. ഇപ്പൊ അഗ്രചർമ്മം മുകളിൽ ഇങ്ങനെ ടൈറ്റായി നിൽക്കുന്നു എന്ന് പറയുന്ന പോലെ തന്നെ പിന്നോട്ടായിട്ട് ആ ഹെഡിന് താഴെയായിട്ട് ലോക്കായി നിൽക്കുന്നു. അപ്പൊ അങ്ങനെ താഴെ ലോക്കായി നിൽക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അതൊരു മെഡിക്കൽ എമർജൻസിയാണ്. മസ്റ്റായിട്ട് ഉടനെ ഡോക്ടറെ കാണേണ്ടെന്നൊരു കാര്യമാണ്. അവിടെ ബ്ലഡ് ഫ്ലോയിനെ ഒക്കെ ബാധിക്കുന്നു, അവിടെ വീങ്ങി വരുന്നു, സ്കിൻ അഴുകാൻ തുടങ്ങുന്നു, കാര്യമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ അത്തരം ഒരു കേസിൽ ഉടനെ ഡോക്ടറെ കണ്ടിട്ട് സോർട്ട് ചെയ്യണം. ഈ അത്യാവശ്യം ഈ സ്കിൻ ടൈറ്റുള്ളവർക്കായിരിക്കും ഇത്തരത്തിൽ ലോക്കാവാനുള്ള സാധ്യതയുള്ളത്. അപ്പൊ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉടനെ ഡോക്ടറെ കണ്ടിട്ട് സോർട്ട് ചെയ്യാന്നുള്ളതാണ്. ഇനി വേറെ ഒരുപാട് പേർക്ക് സംഭവിക്കാൻ സാധ്യതയുള്ളതും കൺഫ്യൂഷൻ ഉള്ളതുമായിട്ടുള്ള വിഷയമാണ്. ഇപ്പൊ ലിംഗത്തിന് ഹെഡിന് താഴെ ഈ അഗ്രചർമ്മവും ലിംഗത്തിന് ഹെഡുമായിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ട്. അതിനെയാണ് ഫ്രണിലം എന്ന് പറയുന്നത്. ഈ ഫ്രണിലത്തിന്റെ നീളം ചില ആൾക്കാരുടെ കേസിൽ കുറവായിരിക്കും. ആ ഒരു കണ്ടീഷനുള്ള ആൾക്കാരുടെ കേസിൽ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ നീളം കുറവാണല്ലോ. ഇപ്പൊ ഈ അഗ്രചർമ്മം പിന്നോട്ട് കാര്യമായിട്ട് വലിഞ്ഞു കഴിഞ്ഞാൽ ഇതിവിടെ വേദന അനുഭവപ്പെടാനോ അല്ലെങ്കിൽ പൊട്ടാനോ ഉള്ള സാധ്യതയുണ്ട്. ഇപ്പൊ സെക്സ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഒരു ഗേള് മുകളിൽ വരുന്ന രീതിയിലെ പൊസിഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് കാര്യമായിട്ട് വലിഞ്ഞിട്ട് ചിലപ്പം, കാരണം ആ പെണ്ണിന്റെ ഒരു കൺട്രോളിലാണ് മൂവിങ് നടക്കുന്നത്. അപ്പോൾ അവിടെ ബ്രേക്ക് ആവാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ചില പൊസിഷൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ബ്രേക്ക് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചിലരുടെ കേസിൽ പൊട്ടി ബ്ലഡ് വന്നു എന്നൊക്കെ പറയുന്നതിന്റെ കാര്യം അതാണ് യഥാർത്ഥത്തിൽ. അപ്പോൾ ഇതിന്റെ നീളം കുറവാണെങ്കിലാണ് അത്തരത്തിൽ സംഭവിക്കുന്നത്. യഥാർത്ഥത്തിൽ ഫ്രണ്ടിലും ഉണ്ടാവുന്നത് നോർമൽ ആയിട്ടുള്ള കാര്യമാണ്, പക്ഷേ അതിന്റെ നീളം ചിലരുടെ കേസിൽ കുറവായിരിക്കുന്നതാണ്. അപ്പോൾ നീളം കുറവായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്? ഉടനെ ഡോക്ടറെ കണ്ടിട്ട് ഫ്രണ്ടിലോ പ്ലാസ്റ്റി എന്നൊക്കെ പറഞ്ഞ മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ അതിലൂടെ അത് സോർട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെയാണ് വളരെ കോമൺ ആയിട്ട് അതിന്റെ ലുക്കിന്റെ കേസിൽ നമുക്ക് വരുന്ന കൺഫ്യൂഷൻസുകളും അത് സോർട്ട് ചെയ്യേണ്ടുന്ന കാര്യങ്ങളെന്നുള്ളത്. പിന്നെ വലിപ്പത്തിന്റെ കേസിലൊക്കെയുള്ള കൺഫ്യൂഷൻസ് ഉണ്ട്. അതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസുകൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് അത് കൂടുതൽ പറയുന്നില്ല. അപ്പോൾ ഈ കോമൺ ഡൗട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും. ഒരുപാട് പേർക്ക് ഈ ഡൗട്ടുകൾ ഉള്ള ആൾക്കാർ നമ്മുടെ ചുറ്റിലുണ്ട്. അവർക്കൊക്കെ ഈ ഒരു വീഡിയോ മാക്സിമം അയച്ചു കൊടുത്തേക്കുക. കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാൻ മറക്കണ്ട. മറ്റൊരു വീഡിയോ കാണാം. ബൈ ഗൈസ്.